ഞങ്ങള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ആദ്യം ചെയ്തൊരു മെയിൻ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ലൂസായിട്ട് സ്റ്റോൺസ് മേടിച്ചു വെക്കായിരുന്നു. അന്ന് മേടിച്ചു വെച്ച സ്റ്റോൺസ് എപ്പോഴും ഞങ്ങളുടെ ഒരു പെട്ടിയിലിട്ടിരിക്കുന്നുണ്ട്. യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പോകുമ്പോ എല്ലാവരും കാണിക്കും എന്റെ പുതിയ കൊറേ കാണിക്കും, ചിലവര് കാണില്ല, അപ്പൊ ഊരി തന്നെ കാണിക്കും. ഇത് ശരിക്കും ഒരു കൺവെൻഷണൽ ജ്വല്ലറി വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ക്യാപിറ്റൽ കുറവ് മതി ഇതിന്. ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് ഒരു 1 lakh എന്റെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്നത്. ആദ്യമേ ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കായിരുന്നു. അതാണ് അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. ചില ദിവസം ഇങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ഓണറൊക്കെ പോയി കൊടുക്കണമെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാന്റും ഇട്ടൊക്കെ ബാഗ് ഇട്ടിറക്കും, ഡെലിവറി ബോയ് പോലെ പോകും. അങ്ങനെയൊക്കെ ചെറിയ സാധനമൊക്കെ ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ പോയി കൊടുക്കുന്നത്? എങ്ങനെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടൊരു ഭർത്താവ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. എപ്പോഴും ഞാൻ പറയാറുള്ളവരെ, തൃശ്ശൂർ ബേസ് ചെയ്ത് വരുന്ന സംരംഭകരെല്ലാം നമ്മുടെ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ എന്നൊക്കെ വന്നിട്ടുണ്ടോ അന്നെല്ലാം വീഡിയോസ് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഇപ്പോൾ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റ് കഥ പറയുന്നത് ഒരു എഞ്ചിനീയറും ഒരു ഡോക്ടറുമാണ്. ഇവർ രണ്ടുപേരുടെ ചേർന്ന് ഇത് രണ്ടുമല്ലാത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ജ്വല്ലറി ബിസിനസ്സിൽ. രണ്ടുപേരുടെ അപ്പന്മാരും ബിസിനസ്സിൽ, അതും ജ്വല്ലറി ബിസിനസ്സിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളവർ. അങ്ങനെ തൃശ്ശൂരുകാരിയും പാലാക്കാരനോട് ചേർന്ന് ഒരു ഡയമണ്ട് ജ്വല്ലറി ബ്രാൻഡിന് തുടക്കം കുറിച്ചു, ലോറ ലക്സ് ഡയമണ്ട്സ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള, അതിനേക്കാൾ ഉപരി കസ്റ്റമൈസേഷനിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ സാരഥികളാണ് ഈ ഡോക്ടറും എഞ്ചിനീയറും. അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫുമാണ്. ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി രണ്ടുപേരെയും സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡേവിസ് ആൻഡ് അനീറ്റ, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേജും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ ഭയങ്കര ഹിറ്റാണെങ്കിലും നിങ്ങളുടെ ഡിസൈൻസ് ഭയങ്കര ഹിറ്റാണെങ്കിലും മുഖം അത്ര ഫെമിലിയർ അല്ല. സോ നിങ്ങളുടെ മുഖം ഈ ഒരു സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലൂടെ ആദ്യത്തെ ഒരു ബ്രാൻഡ് സ്റ്റോറി ചെയ്യുന്നതിൽ നമ്മളെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരാൾ തൃശ്ശൂരും ഒരാൾ പാലയിലുമാണെന്ന് പറഞ്ഞു. പാലയിൽ എവിടെയാണ് അന്ന? എൻ്റെ വീട് വരുന്നത് പാല ബ്രില്യൻറ്റിൻ്റെ അടുത്തായിട്ടാണ്. ബ്രില്യൻറ്റ് പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം അറിയാം. മുത്തോലി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ VIT വെല്ലൂരിൽ BTech ആൻഡ് MTech ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വർക്കിംഗ് ആണ്. ഇത് ചെയ്തത് അതിന്റെ തമാശ ഞാൻ ബ്രില്യൻറ്റ് പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ 12th കഴിഞ്ഞ് നേരെ VITയിലാണ് എക്സാം എഴുതിയത്. VITയുടെ എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു, അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ BTechഉം MTechഉം അവിടെ തന്നെയാണ് പഠിച്ചത്. എന്നുവെച്ചാൽ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് പഠിച്ചത്. 4 വർഷം കൊണ്ട് BTechഉം MTechഉം കഴിഞ്ഞ. ഇപ്പൊ കരിയർ എന്നിട്ട് എവിടെ എത്തി നിൽക്കുന്നു? ഞാനിപ്പം 8 years ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സെയിം കമ്പനി? എവിടെ? ബാംഗ്ലൂരിൽ MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നല്ല അടിപൊളി പൊസിഷനായി കാണുമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണ്. ഓക്കെ, നേരെ ഞാൻ അനീറ്റിലേക്ക്. അനീറ്റ് ഡോക്ടറാണ്. നാട് തൃശ്ശൂരാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. തൃശ്ശൂരാണ്, തൃശ്ശൂർ കുട്ടനല്ലൂരാണ് പഠിച്ചതും. ഇപ്പം എന്താ കോളേജും ഞാൻ UG ചെയ്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പോയി വന്നത്. MD ചെയ്യാനായിട്ട് ഞാനും ഡേവിസും ബേബിയായിട്ട് കോയമ്പത്തൂർ ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്തു. ഇപ്പോൾ 2nd year കഴിയാൻ പോകും. അതിനിടയിലാണ് ഈ ഒരു ബിസിനസ് ആശയം ഉടലെടുക്കുന്നത്. വൈഫിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ വൈഫിനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ സഹായിച്ച ഒരു ഹസ്ബൻഡ് ആണല്ലേ. ഒരു വർക്കിംഗ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു 2 ദിവസം കൂടുമ്പോൾ കോയമ്പത്തൂർക്ക് വരും. അടിപൊളി അല്ലേ? ഇത്രയും നല്ല ഭർത്താക്കന്മാരുള്ളതാണ് നമ്മളെപ്പോലുള്ള വനിതകൾക്ക് വളർന്നു വരാനുള്ള ഏറ്റവും വലിയൊരു ഉത്തേജനം. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ബിസിനസ് ഐഡിയ? രണ്ടുപേരും 2 പ്രൊഫഷനാണ്, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക്, അതും ജ്വല്ലറി, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, 2 പേരുടെ അപ്പന്മാർക്കും ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്, നിങ്ങളുടെ ഒരു ലോറ ലക്സ് എന്ന് പറയുന്ന ഡയമണ്ട് ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്? അതിന് 2 സൈഡ്സ് ഉണ്ട്. ഒന്ന് അനീറ്റയുടെ വെർഷനാണ്. അനീറ്റന്റെ ആനിവേഴ്സറിയുടെ. ഓക്കെ, ഞാൻ ഒരു 7 months ആയപ്പോൾ മെറ്റേണിറ്റി ലീവ് അപ്ലൈ ചെയ്തിട്ട് ഞാനും ഡേവിസും കൂടെ തൃശ്ശൂർ ഒരു ഫ്ലാറ്റിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി, ഞാനൊരു 4 months ക്യാരിങ് ആയിരുന്നു. അപ്പം ആനിവേഴ്സറി ആവാറായപ്പോൾ നമ്മൾ പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, മുൻകൂട്ടി എന്ത് സർപ്രൈസ് ഗിഫ്റ്റാ വേണ്ടതെന്നൊക്കെ നമ്മൾ തന്നെ കണ്ടുവെച്ചിട്ടുണ്ടാവും. ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ലിങ്ക് അയച്ചു കൊടുത്ത് ഇത് സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആക്ടിങ് വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം എനിക്ക് വങ്കീറിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു. വങ്കീറിങ് ഇപ്പൊ കയ്യിലുണ്ട്.
ഐശ്വര്യ റായിന്റെ റിംഗ് ഒക്കെ ഒരു വി ഷേപ്ഡ് വങ്കി റിംഗ് ആണ് ഐശ്വര്യയുടെ വെഡിങ് റിംഗ്. അപ്പം ഞാൻ ഇങ്ങനെ എനിക്കിത് മതി അങ്ങനെ ഞാൻ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തു ആൾക്ക്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ അത് ചെയ്യാനായിട്ടൊരു 1.5 ലക്ഷം ആവും ഡയമണ്ട്സിൽ ചെയ്യാനായിട്ട്. അപ്പം ഈ സ്റ്റോൺ വെച്ച് ചെയ്യണോ അതോ ഡയമണ്ട്സ് വെച്ച് ചെയ്യണോ അങ്ങനെ ഒരു ഡൗട്ടായി. അപ്പോഴാണ് ഡേവിസ് ഇങ്ങനെ ലാബ് ഗ്രോൺ ഡയമണ്ട്സിന്റെ ഒരു ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അപ്പോൾ ശരി ലാബ് ഗ്രോൺ ഡയമണ്ട്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തെടുത്തു. മാനുഫാക്ചറിങ് കഴിഞ്ഞ് കയ്യിൽ കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. cannot be differentiated from natural diamonds. അപ്പം നല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ എത്ര എമൗണ്ട് വന്നു ഇതിന്റെ തമ്മിൽ? നാച്ചുറൽ ഡയമണ്ടും ഈ ലാബ് ഗ്രോൺ വന്നപ്പോഴുള്ള ഡിഫറൻസ് എത്ര വന്നു? ലാബ് ഗ്രോണിൽ ഞങ്ങൾക്ക് അന്ന് ഗോൾഡ് റേറ്റ് ഇപ്പോഴത്തെ അത്ര ഇല്ല. അന്നത്തെ ഗോൾഡ് റേറ്റിൽ വെച്ച് ഒരു 40-45,000 ഉള്ളില്. നാച്ചുറൽ ഡയമണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എത്രയായിരുന്നു കോസ്റ്റ്? പറഞ്ഞു 1.5 ലക്ഷം ആവും എന്തായാലും. അത് എന്റെ കുറച്ച് വലിയ റിംഗ് സൈസും ആണ്. അപ്പം എന്തായാലും ഒരു 1.5 ലക്ഷത്തിന് ആവും എന്ന് വിചാരിച്ചു. എക്സ്പെൻസീവ് ഭാര്യയാണെന്നൊക്കെ. ഇപ്പൊ ഈ ആശയം പറഞ്ഞപ്പോ എന്തായിരുന്നു ഡേവിസിന്റെ വേർഷൻ? എന്തായിരുന്നു ബിസിനസ്സിലേക്ക് ഇറങ്ങി? ഇതിന്റെ കൂടെ തന്നെ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അനീറ്റയുടെ ഫാദറിന് ഒരു റീറ്റെയിൽ ജ്വല്ലറി ഷോപ്പുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് എക്സ്പാൻഷൻ നടക്കുന്നു. അപ്പം കട അടച്ചായിരുന്നു, എന്ന് വെച്ചാൽ പൊളിച്ച് ചെറിയൊരു ഭാഗം പൊളിച്ചിട്ട് കട അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അനീറ്റ എൻ്റെ ഫാദറിനിലോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓൺലൈനിൽ കൂടെ ആൾക്കാർ മൂക്കുത്തി വയ്ക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ, ഇങ്ങനെ സ്കോപ്പ് ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഈസി മേടിക്കാൻ പറ്റുന്നൊരു സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഡയമണ്ട്സിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ആണ് ലാബ് ഗ്രോൺസിൻ്റെ കാര്യവും കൂടെ അറിഞ്ഞത്. അങ്ങനെയാണ് അനീറ്റയ്ക്ക് 1.5 ലക്ഷം രൂപ വിലയുള്ള സാധനം നമ്മൾ 45,000 രൂപയ്ക്ക് സെറ്റ്. പിന്നെ നമുക്കത് മനസ്സിലായി ഈ സാധനം ഒന്ന് തന്നെയാണ് വീട് കിട്ടി. നാച്ചുറൽ ഡയമണ്ട് ഇതും ഒന്ന് തന്നെയാണ്. ഒള്ളി ഡിഫറൻസ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുന്നത്, മൈൻ ചെയ്തതും മൈൻ ചെയ്യാത്തതുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മൂക്കുത്തി ഓൺലൈനിൽ വിൽക്കാനുള്ള പരിപാടികൾ നോക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ലാർജർ പ്രൊഡക്ട്സ് ഓൺലൈനിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോ മോൻ ഭയങ്കര ടെക്കിയാണ്. അപ്പം ഒട്ടും കുറയ്ക്കണ്ട, മോനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചത് ആരിത് മേടിക്കാൻ പോകുന്നത്, ഇത്രയും പൈസ കൊടുത്ത് ഓൺലൈനിൽ ഒരു ബന്ധവും ഇല്ലാത്തവരോട് എങ്ങനെയാണ് മേടിക്കുന്നത്? ഒരു റീറ്റെയിൽ സെഗ്മെന്റിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം ആരാ ഇത്രയും ഒരു പരിചയമില്ലാത്തവർക്ക് 50,000 1 ലക്ഷം രൂപയും കൊടുക്കുന്നതെന്ന്. അപ്പം പക്ഷേ എനിക്ക് മൂക്കുത്തി ചെയ്യാനൊരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ലാബ് ഗ്രോണിൽ ചെയ്യാൻ തന്നെയായിരുന്നു താല്പര്യം. കാരണം നമ്മളിപ്പോൾ US നോക്കിയാൽ ലാബ് ഗ്രോൺ ആണ് മേജറായിട്ട് സെല്ല് ചെയ്യുന്നത്. ആ ട്രെൻഡ് എന്നാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരും. അവിടെ ഒരു 5 വർഷം മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇപ്പം നടക്കുന്നു. അങ്ങനെ അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താണെങ്കിലും ലാബ് ഗ്രോൺ ആണ് ഫ്യൂച്ചർ എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ഞങ്ങളൊരു ചെറുതായിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവളുടെ റിങ് ചെയ്തോണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം മാനുഫാക്ചറേഴ്സ് ആയിട്ട് കോൺടാക്ട്. പിന്നെ ഓൾറെഡി 2 പേർക്കുണ്ട് ഫാദേഴ്സിന് കോൺടാക്ട്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇങ്ങനെ മാനുഫാക്ചറേഴ്സ് ആയിട്ട് കോൺടാക്ട് ആയപ്പോൾ അവര് ഞങ്ങൾക്ക് ഇങ്ങനെ അവര് അവിടെ ചെയ്യുന്ന വീഡിയോസും ഇമേജസ് ഒക്കെ അയച്ചു തരും. അപ്പൊ ഞങ്ങള് ഒരു പേജ് തുടങ്ങി, അത് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ പേജിന് 2 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 ഭയങ്കര നല്ല പേജായിരുന്നു. പേജിന് പേരിട്ടോ? പേജിന് ലോറ ലക്സ് ഡയമണ്ട്സ് ഇപ്പത്തെ പേര് തന്നെ. പക്ഷെ ലോറ എന്നുള്ളത് മോളുടെ പേരാണ്. ഞങ്ങളിങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ നമ്മള് മെയിൻ ആയിട്ട് നെയിംസ് ആണല്ലോ നോക്കുക. അപ്പൊ നെയിംസ് നോക്കുമ്പോ ബോയ് ബേബിക്ക് പറ്റിയ നെയിംസ് ഒന്നും കിട്ടണില്ല. ഈ പേര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഡയമണ്ട്സിന് അങ്ങനെ ജെൻസിന്റെ പേര് ഇടാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഗേൾ ബേബി ആവുമെന്ന് അസ്യൂം ചെയ്ത് അങ്ങനെ പേരിട്ടു ലോറ ലക്സ് ഡയമണ്ട്സ്. ക്യാരിങ് ആയിട്ടിരിക്കുമ്പോ തന്നെ പെങ്കൊച്ചായിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ട് പെങ്കൊച്ച് വേണമെന്നായിരുന്നു ആഗ്രഹം. മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തന്നെ ഇങ്ങനെ പേരൊക്കെ ഇട്ട് പേജൊക്കെ സെറ്റാക്കി വെച്ചു. ലോറ ലക്സ് ഡയമണ്ട്സ് അന്നേ പേരിട്ടു. കൊച്ചു വരുന്നതിന് മുമ്പേ കൊച്ചിന് വേണ്ടിയുള്ള പേജ് ഉണ്ടാക്കി, കൊച്ചിന്റെ പേരിലൊരു ബ്രാൻഡ് ഉണ്ടാക്കി. അതെ, അടിപൊളി, നല്ല അപ്പനും അമ്മയും. അങ്ങനെ പേരൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ 2 ഫോളോവേഴ്സ്. അപ്പൊ ഇതിനകത്തെ കണ്ടന്റ് എന്തായിരുന്നു? ആദ്യം പറഞ്ഞതുപോലെ അവർ അയച്ചിരുന്ന നമ്മള് റിങ്ങിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തപ്പോ അവരുടെ അടുത്തുള്ള ഡിസൈൻസ് അവര് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ അയച്ചിരുന്നു. അപ്പൊ അതൊക്കെ പോസ്റ്റ് ചെയ്യും, നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇൻവെസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ ശരിക്കും ഈ ലോറ ലക്സ് ഡയമണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 0 രൂപീസിനാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 രൂപ പോലും മുടക്കിയിട്ടില്ല. എന്തായാലും മുടക്കണ്ട, അവര് വാട്സാപ്പിൽ അയച്ചു പോസ്റ്റ് ചെയ്യും. പക്ഷെ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നല്ല ഒരു മനുഷ്യന് കാണുന്നില്ല. ഞങ്ങളെങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വേറെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ആ വർഷം അക്ഷയ തൃതീയ ഒരു April 20
ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു April 20 നമ്മളൊരു സെയിൽ ഇല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുന്ന കാര്യമില്ലല്ലോ, ഒരു സെയിലെങ്കിലും മതി, ഒരു സെയിലുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അനീറ്റ ഇങ്ങനെ ഇത് വീട്ടിൽ നിന്ന് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു സെയിൽ എത്തിക്കാന്നുള്ളത്. എന്നിട്ട് സെയിൽ കിട്ടിയോ? സെയില് ഞാൻ നിൽക്കുന്നത് ഒരു ഫ്ലാറ്റിലായിരുന്നു. ഞങ്ങൾ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ തൃശ്ശൂർ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരുവിധം അവിടെയുള്ള എല്ലാവരും അറിയാം, പണ്ട് തൊട്ട് ഉണ്ടായിരുന്ന ഫ്ലാറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഡ്രസ്സൊക്കെ മാറി എൻ്റെ വങ്കീറിങ് അന്ന് ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിട്ട് ഇറങ്ങി. എന്നിട്ട് 15th ഫ്ലോറിൽ നിന്ന് തുടങ്ങി ഓരോ ഫ്ലാറ്റിൽ പോയിട്ട് എല്ലാ വീട്ടിലും കയറിയിട്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു കൊച്ചിന് വെള്ളവും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സെയിൽസ് പിച്ചും കൊണ്ടാണ് പോണേ. അങ്ങനെ എത്തി 7th ഫ്ലോറിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല പോകുമ്പോ എല്ലാവരുടെ കാണിക്കും എന്റെ പുതിയ പുതിയ കൊറേ കാണിക്കും, ചിലവര് കാണില്ല, അപ്പൊ ഊരി തന്നെ കാണിക്കും ഇങ്ങനെ സാധനം ഉണ്ട്. അങ്ങനെ 7th ഫ്ലോർ എത്തിയപ്പം എനിക്ക് അറിയണ ഒരു നല്ല പരിചയമുള്ള ആന്റി ആയിരുന്നു. അപ്പം ആള് കുറെ ജ്വല്ലറി യൂസ് ചെയ്യുന്ന ആളാണ്, കുറെ കമ്മല് കുറെ ഓട്ട തുളച്ചിട്ടുണ്ട് ചെവിയില്. അപ്പോൾ ഞാനിങ്ങനെ റിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ആന്റി ഞാനിങ്ങനെ ഇഷാനി കൃഷ്ണന്റെ ഫ്ലോറൽ പെൻഡന്റും എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അപ്പൊ ആന്റിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നമ്മള് സെയിൽസ് പിച്ച് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആന്റി വിചാരിച്ചു നമ്മുടെ ആത്മാർത്ഥത കാരണം അതെ, അവിടെ നിന്ന് കഴിച്ചു ബിസ്ക്കറ്റും വെള്ളം. എന്നിട്ട് ആന്റി പക്ഷെ ശരി പറയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ അതവിടെ തീർന്നു. ശരി നമുക്കിനി അടുത്ത വഴി നോക്കാന്ന് വെച്ച് ഞങ്ങളത് 7th ഫ്ലോർ എത്തിയപ്പോ നമ്മുടെ സെയിൽസ് പിച്ച് നിർത്തിയോ? അതെ, അതോടെ തളർന്നു. അന്നത്തെ കോട്ട കഴിഞ്ഞു. 7th ഫ്ലോറിൽ ആന്റി ആയിരുന്നു അവസാനത്തെ ഹോപ്പ്. 8 മാസം വയറുണ്ടല്ലോ, എത്തിയപ്പോഴേക്കും ക്ഷീണിച്ച് വീട്ടിൽ പോയി. പിന്നെ അപ്പൊ നെക്സ്റ്റ് ഡേ അക്ഷയ തൃതീയാണ്. അപ്പം ഒരു 4 മണി 5 മണി വരെയൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ആന്റി വിളിക്കണാണല്ലോ. ഇപ്പൊ ഞങ്ങൾ ശരി നമുക്ക് ഇനി അടുത്ത ബിസിനസ് നോക്കാം എന്നുള്ള രീതിയിൽ നിർത്തി. ഒരു 7-7:30 ആയപ്പം ഒരു കോള് വന്നു. അന്ന് ശരി അനീറ്റ നീ ചെയ്യുമ്പോ എന്റെ കൂടെ ഒരുമിച്ച് ചെയ്തോ. അപ്പം അക്ഷയ തൃതീയ തീരുന്നേക്കാളും മുന്നേ ഒരു ഓർഡർ വന്നപ്പോ ഞങ്ങൾക്ക് ആന്റിയുടെ തലയ്ക്ക് ചുറ്റിലും വെള്ള പ്രകാശം. ആ ഓർഡർ കിട്ടിയപ്പോ എന്താ ഫീൽ ചെയ്തത്? കാരണം നിങ്ങൾ ഓൾറെഡി ബിസിനസ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ആകെ നിങ്ങൾ 2 ഫോളോവേഴ്സും നിങ്ങൾ അയച്ചു കൊടുക്കുന്ന 10 പേരും വീഡിയോ കാണും അല്ലെങ്കിൽ ഫോട്ടോ കാണും. അനീറ്റയുടെ ലാസ്റ്റ് ഹോപ്പ് ഈ ആന്റി ഓർഡർ ചെയ്യുന്നുള്ളതാണ്. ഇത് ചെയ്യില്ല എന്നുള്ള മൊമെന്റിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് ഈ ഓർഡർ കിട്ടുന്നത്. എന്ത് തോന്നി ഡേവിസ്? ആദ്യമേ ഇതെങ്ങനെ ചെയ്യാന്നുള്ളായിരുന്നു ക്വസ്റ്റ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു പെൻഡന്റ് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. തമ്മിൽ ഒരേപോലെ ഉണ്ടാക്കുന്നെങ്കിലും എൻറ്റയർലി ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്ത ഒരു കോട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചു. ഇതെങ്ങനെ ഇത് ഫോർമലായിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആദ്യമേ ആലോചിച്ചു. കോട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചു. അപ്പം പിന്നെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ എന്തൊക്കെ സ്റ്റെപ്പാണ് വേണ്ടിയെന്നുള്ളതായിരുന്നു നോക്കിയത്. പക്ഷേ ഈ കോട്ടിൽ നിന്ന് ഒത്തിരി മാറിയാണ് ഒറിജിനൽ പ്രൊഡക്റ്റ് വരുന്നത്, അന്നറിയത്തില്ലായിരുന്നു. പക്ഷേ ഓരോന്ന് ചെയ്തു വന്നപ്പോൾ പിടികിട്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻറ്റിക്ക് ഇത് നേരിട്ട് കാണണമെന്നൊരാഗ്രഹമാണ്. ഇത് ആദ്യമായിട്ടാണ് അവരും ഓൺലൈനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് CAD മോഡൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ CAD മോഡൽ ഷെയർ ചെയ്തു. അതിൽ നിന്ന് കറക്റ്റ് ഡയമെൻഷൻസ് കാണാൻ പറ്റുമെന്ന് പിടികിട്ടി. അങ്ങനെ ആൻറ്റി പറഞ്ഞു ഓക്കെ ശരി എന്നെങ്കിൽ ചെയ്യാം. എന്നിട്ട് പ്രൊഡക്റ്റ് വന്നപ്പോൾ ഭയങ്കര നല്ലതായിരുന്നു. അന്ന് എനിക്ക് ഇമേജ് പോലെ തന്നെ ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു ഈ അഹാന കൃഷ്ണയുടെ ആ ഒരു ഫ്ലോർ. ഇഷാനിയുടെ ഞാനൊക്കെ അഹാനയുടെയാണ് ശ്രദ്ധിച്ചേക്കുന്നത്. ഏകദേശം ഒരുപോലത്തെ. അന്ന് എനിക്കൊന്നും ഇവിടുത്തെ എല്ലാ മെയിൻ ജ്വല്ലറികളിലും മറ്റേ അഹാന കൃഷ്ണ അല്ലെങ്കിൽ ഇഷാനി ഇൻസ്പയർഡ് ലോക്കറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. നമ്മുടെ തലവര മാറ്റുന്നതും ആ പെൻഡന്റ് ആണ്. ഓക്കെ, പിന്നെ ആന്റിയിൽ വഴിയാണ് പിന്നെ ബിസിനസ് നടക്കുന്നത് അതോ അല്ലാതെ തന്നെ വന്നു തുടങ്ങിയോ? അടുത്തെന്ന് വെച്ചാൽ ആന്റിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അനീറ്റയുടെ ജ്വല്ലറിയിൽ പോയിട്ട് ഞങ്ങള് അപ്പൊ കട പൊളിക്കാൻ പോവാണ്. അപ്പൊ അതിന് തൊട്ട് മുന്നേ വേഗം പോയിട്ട് ജ്വല്ലറിയിലെ ലൈറ്റില് മാനിക്വിനില് മാലയിലിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞങ്ങളൊരു റീല് ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിന് അത്യാവശ്യം നല്ല വ്യൂസും ലൈക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൽ നിന്ന് 1-2 കൺവേർഷൻസ് വന്നു. ആ കൺവേർഷൻസിന്റെ പൈസ ഉപയോഗിച്ച് ഞങ്ങൾ ചെറുതായിട്ട് ആഡ് റൺ ചെയ്യാൻ തുടങ്ങി. മെറ്റയിൽ ആഡ് റൺ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കൺവേർഷൻസ് വരാൻ തുടങ്ങി, ലീഡ്സ് വരാൻ തുടങ്ങി. കൺവേർഷൻസ് അന്ന് ഭയങ്കര ലോ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഒരു 20 പേരെ വിളിച്ചാൽ ഒരു കൺവേർഷൻ കിട്ടും. വിളിക്കുന്നതൊക്കെ
അത് അപ്പേക്കും ലോറ ബേബി ഗേൾ ബേബി തന്നെ വന്നു. അപ്പൊ അത് കൊച്ചിന് വന്നു, നമ്മള് ഉദ്ദേശിച്ച പോലെ എല്ലാം വേറെ പണിയൊന്നുമില്ലല്ലോ, കൊച്ചിനെ നോക്കലില്ല. അപ്പൊ ഞാനൊരു 4 to 8 എന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോൺ വിളിക്കാനിരിക്കും. കാരണം മിക്കവാറും നമ്മളെ കോണ്ടാക്ട് ചെയ്യണവരൊക്കെ ഇൻഫോ പാർക്കിലോ അങ്ങനത്തെ വർക്കിംഗ് ക്ലാസ് ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ ഈവനിങ് ആണല്ലോ. അപ്പോൾ ഞാനൊരു 4 to 8 എന്നും കൊച്ചിനെ അമ്മയുടെ ഏൽപ്പിച്ച് ഞാൻ ഫോണെടുത്ത് ഇറങ്ങും. എന്നിട്ട് ടെലികോളർ ആകുമെന്നൊക്കെ. പ്രൊഫഷൻ എന്താന്ന് പറഞ്ഞാൽ ഡോക്ടർ MD ചെയ്തോണ്ടിരിക്കുന്നുണ്ടാണ്. വൈകിട്ട് 4 to 8 നമ്മൾ ടെലികോളർ ആണല്ലോ. അതെ, ഫസ്റ്റത്തെ സെയിൽസ് ഞാൻ തന്നെയായിരുന്നു നോക്കിണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കും. പക്ഷെ അന്നൊക്കെ ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ആളെ കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെന്ത് വിശ്വസിച്ചാ നമുക്ക് പേ ചെയ്യണേ. അപ്പം ഓരോ കോളിന്റെ ഡ്യൂറേഷൻ ഭയങ്കര വലുതാണ്, കുറേ നേരം സംസാരിക്കണം. എന്നിട്ടും കിട്ടിയാ കിട്ടി. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി. കൺവേർഷൻസ് ഉണ്ട്, പക്ഷെ വെരി ലോ റേറ്റ്സിൽ പോയി. അപ്പൊ പിന്നെ മിക്കവാറും എല്ലാവരും വിളിക്കുമ്പോ എന്താ കൈതട്ടി വന്നതാ, കൊച്ചറിയാണ്ടെടുത്ത് അമർത്തിയത്, അങ്ങനെയൊക്കെ. അപ്പൊ നോട്ട് പാഡില് കൈതട്ടി വന്നത്, അങ്ങനെ ലിസ്റ്റ് അങ്ങനെ ആയിരുന്നു. മിക്കവാറൊക്കെ അങ്ങനത്തെ കോൾസ് ആയിരിക്കും. അപ്പം കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. ഇത്ര നേരം സ്പെൻഡ് ചെയ്തിട്ട് വെരി ലോ റേറ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു സങ്കടമായിരുന്നു. എന്നാലും അങ്ങനെ അത് കുറച്ചുനാൾ അങ്ങനെ പോയി. പിന്നെ എങ്ങനെ ബിസിനസ് ട്രാക്കിൽ കയറി? അപ്പൊ ആ സമയത്തായിരുന്നു ഓണം. പിന്നെ ഓണം അടുത്തു. അപ്പൊ ആ സമയം ഇപ്പൊ നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിന്റെ സിസ്റ്റർ പ്രിയ മോഹനും ഹസ്ബൻഡും കൂടെ OHF ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി അവര് ക്ലോത്തിങ്ങും ഇമിറ്റേഷൻ ജ്വല്ലറി ഒക്കെ ഉദ്ദേശിക്കണേ. പക്ഷെ നമ്മളിങ്ങനെ അവരടുത്ത് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ട്, ഫ്രണ്ടിൽ എന്നെ നോക്കിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു എൻട്രൻസിൽ തന്നെ നല്ല അവർക്ക് സന്തോഷമായി കാണാൻ. കാരണം ഇമിറ്റേഷൻ ജ്വല്ലറി ഒക്കെ വരുന്നിടത്ത് നമ്മൾ ഡയമണ്ട് കൊണ്ടാണല്ലോ ചെല്ലുന്നത്. പക്ഷെ അവർക്ക് ആക്ച്വലി വലിയ സന്തോഷമായില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ഉദ്ദേശിക്കണം. ഞങ്ങൾ ജസ്റ്റ് ഒരു ഈ ടേബിളിന്റെ വലുപ്പത്തിലുള്ള സാധനം വെച്ചപ്പോ തന്നെ അറൌണ്ട് 70 lakhs ഇൻവെന്ററി ആയി. പക്ഷെ ബാക്കി സ്റ്റോൾസ് ഒക്കെ ഫുൾ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു സ്റ്റോളിൽ മാത്രം നോക്കുമ്പോൾ ഭയങ്കര എംപ്റ്റി ആയിട്ട് ഒരു സാധനം ഒന്നുമില്ല. ജസ്റ്റ് കുറെ ഞങ്ങളുടെ ടാബും പിന്നെ ഒരു സ്പോട്ട് ലൈറ്റും. പിന്നെ എന്റെ ഷോപ്പ് അപ്പേക്കും അപ്പന്റെ ഷോപ്പിന് കൺസ്ട്രക്ഷൻ വന്നോണ്ട് അവിടുത്തെ കുറച്ച് മാനിക്വിൻസ് ഒക്കെ എടുത്ത് കാര്യമായിട്ട് ഡിസ്പ്ലേയിലൊന്നുമില്ല. അപ്പൊ പ്രൈം സ്പോട്ട് ഞങ്ങക്ക് തന്നപ്പോ ക്രൗഡ് വരുമ്പോ തന്നെ ഒന്നുമില്ലാത്തൊരു സ്റ്റോളാ ഫ്രണ്ടിൽ കാണാൻ. അപ്പൊ പക്ഷെ അന്ന് ഉണ്ടായ ഒരു ബ്രേക്ക് ത്രൂ എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട്, സ്കൂൾ ഫ്രണ്ട് ഉണ്ട്, ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ ആളുടെ മദറിന് വേണ്ടിയിട്ട് ആളൊരു പെൻഡന്റ് പർച്ചേസ് ചെയ്തു. അപ്പം അന്ന് അവര് പിന്നെ ഒക്കെ റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പൊ അവള് ഒരു വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അവളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. നമ്മൾ രണ്ടുപേരും അക്കൗണ്ട്സിൽ നിന്ന് പോസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഒരു വീഡിയോ വന്നപ്പം ഞങ്ങളുടെ പേജിന്റെ ഫോളോവേഴ്സ് കുറെ കൂടി. പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ഷൂട്ടും കൂടെ ചെയ്തു. അപ്പൊ ഈ 2 ഇൻഫ്ലുവൻസർ ഷൂട്ട് ചെയ്തപ്പോൾ പേജിന്റെ ഫോളോവേഴ്സ് വ്യൂസ് ഒക്കെ കുറെ കൂടി. പ്ലസ് ആൾക്കാരനെ ലീഡ് ടു സെയിൽ കൺവേർഷന്റെ ടൈം ഭയങ്കരമായി കുറഞ്ഞു. ഫസ്റ്റ് ഒക്കെ അഡ്വാൻസ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറെ നേരം സംസാരിക്കണമായിരുന്നു. ആദ്യത്തെ കഥ തൊട്ട് ലാബ് ഗ്രോൺ എങ്ങനെ ഉണ്ടാക്കണം തൊട്ട് ഒക്കെ പറഞ്ഞു കൊടുത്താലും ലാസ്റ്റ് ശരി പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ അഡ്വാൻസ് ഒക്കെ പെട്ടെന്ന് വന്നു തുടങ്ങി. പിന്നെ NRI ക്ലയൻസ് കുറെ വന്നു തുടങ്ങി ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ റീൽ കണ്ടിട്ട്. അതാണ് ശരിക്കുള്ള ബ്രേക്ക് ത്രൂ. NRI ക്ലയൻസ് വന്നാണ്. കാരണം അവര് ഏതായാലും ഇവിടെ വന്നിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കാനുള്ള നേരം മിക്കവർക്കും കാണത്തില്ല, കല്യാണക്കാരോ അങ്ങനെ ആവശ്യം. അപ്പോൾ അവർ വരുന്നതിന് പ്ലാൻ ചെയ്ത് നമ്മുടെ കയ്യിൽ ഓർഡർ ചെയ്യും. അവർ വീട്ടിലെത്തുന്നതിന് മുമ്പേ നമ്മൾ ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇതുകൂടാതെ ഞങ്ങൾ പ്രൈമറിലി സെല് ചെയ്തുകൊണ്ടിരുന്ന പെൻറ്റൻസ് ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ആയിരുന്നു. ഒരു 25,000 താഴെയുള്ള യൂണിറ്റ്സ് ആയിരുന്നു മിക്കവാറും സെല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് 25 അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ സ്കെയിൽ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ വലിയ പ്രൊഡക്ട്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ വോളിയം കൂടും, നമ്മുടെ മാർജിൻ കൂടും, പിന്നെ ബെറ്റർ കസ്റ്റമർ സർവീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 25,000 സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മാർജിൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ലെവൽ ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഒരു പെരുമ്പാവൂരിൽ നിന്നൊരു കസ്റ്റമറിനെ കിട്ടി. അനീറ്റനെ പോലെ തന്നെ ഡോക്ടറാണ്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല സിങ്കായി. അപ്പം ആ ഡോക്ടർ ആദ്യമേ നമ്മളോട് ഓർഡർ ചെയ്തത് ഒരു
വങ്കി റിംഗ് ആണ്, ഇവളുടെ വങ്കി റിംഗ് കണ്ടിട്ട് അതുപോലെ തന്നെ ഒരു റിംഗ് വേണോന്ന് പറഞ്ഞു. മാക്സിമം മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ആര് ചോദിച്ചാലും ആദ്യമേ ഇതെടുത്ത് ആദ്യമൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ഡേവിസ് ടോർച്ച് കൊണ്ടുവരും, ഇച്ചിരി മാറി സ്പോട്ട്ലൈറ്റ് ഞാൻ തന്നെ അടിക്കും. സ്പോട്ട്ലൈറ്റ് ഫോണിൽ തന്നെ കൊടുക്കും. അപ്പം ഇത് കഴിഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ വങ്കിറിങ് ഒന്ന് കാണിച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെരുമ്പാവൂരിലെ കസ്റ്റമറിൻ്റെ കാര്യം പറഞ്ഞ ആദ്യമേ ഈ വങ്കിറിങ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഞങ്ങൾ അഡ്വാൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ അഡ്വാൻസ് കളക്ട് ചെയ്യുന്നത് 15%. അപ്പം ആ അഡ്വാൻസ് ഞങ്ങൾ ഒരു പൈസയും റീഫണ്ട് കട്ട് ചെയ്യാതെ തിരിച്ചു കൊടുത്തു. അപ്പം കസ്റ്റമറിന് അത്യാവശ്യം ബിലീഫായി, ഓക്കെ ഇവർ ട്രസ്റ്റബിൾ ആണെന്നുള്ളൊരു കാര്യം കസ്റ്റമറിന് തോന്നിക്കാണണമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് ഒരു ബാങ്കിൾ ഓർഡർ ചെയ്തു. 1.5 lakhിൻ്റെ ബാങ്കിളാണ് ഓർഡർ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് ആ മൊമെന്റ് വന്നത്, ഓക്കെ ആൾക്കാർ വില കൂടിയ സാധനമാണെങ്കിലും മേടിക്കാൻ റെഡിയാന്നുള്ളത്. അതുവരെ എൻ്റെ മനസ്സിലൊരു 25,000 വരെയുള്ള സാധനങ്ങൾ വിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ മറ്റേ അമ്മായിപ്പം മുക്കൂത്തി വിൽക്കാന്ന് പറ്റൂല, വലിയ വലിയ സാധനങ്ങൾ വിൽക്കുന്ന സ്വപ്നം കണ്ടിരിക്കുവാണ്. അതെന്താന്ന് വെച്ചാൽ ഒരു മൂക്കുത്തി വിൽക്കാനാണെങ്കിലും ഒരു നെക്ലസ് വിൽക്കാനാണെങ്കിലും നമ്മൾ സെയിം എഫേർട്ടാ. ഒരാളെ വിളിച്ച് മെനക്കെട്ട് വിളിച്ച് സംസാരിച്ച് സെയിം എഫേർട്ടിന് ബെറ്റർ മാർജിൻസ് കിട്ടുകയാണെങ്കിൽ. പിന്നെ മാനുഫാക്ചറിങ് സൈഡിൽ നോക്കുമ്പോഴും ഏകദേശം സെയിം. നമ്മൾ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യണം, ഇതിൻ്റെ വാക്സ് മോൾഡ് ഉണ്ടാക്കണം. അത് ബാച്ചായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കോസ്റ്റ് ലോ ആയിരിക്കും. പക്ഷെ ഒരു മൂക്കുത്തി ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒരു 2 ഗ്രാമിൻ്റെ 3 ഗ്രാമിൻ്റെ റിങ് ഉണ്ടാക്കുന്ന കോസ്റ്റിന് അടുത്ത് തന്നെയാണ്. അപ്പം അതാണ് നമ്മൾ ഈ മൂക്കുത്തി അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ വലിയ ഇത് കാണിക്കാത്തത്. അങ്ങനെ വള സക്സസ്ഫുള്ളി ചെയ്തോ? അപ്പോൾ എന്നിട്ട് ഈ വള ആദ്യമേ കിട്ടിയപ്പോൾ നമുക്ക് തന്നെ പേടി, എന്തിനാ കസ്റ്റമർ ഇത്രയും വലിയ ഓർഡർ നമുക്ക് തരുന്നത്? കാരണം നമുക്ക് ചെറിയൊരു പേജാണ് അന്നും. അപ്പോൾ എന്തിനാണ് ഇത്രയും ഒരു വിലയുള്ളൊരു സാധനം ചെയ്യുന്നത്? പക്ഷെ കസ്റ്റമർ സർപ്രൈസിംഗ്ലി ഈ 1.5 ലക്ഷത്തിൻ്റെ 1 ലക്ഷം അഡ്വാൻസ് ചോദിക്കാതെ തന്നെ ചെയ്തു. ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് ഒരു 1 lakh എന്റെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്നത് ചെയ്തിട്ടുണ്ടെന്നാ. അപ്പൊ നമ്മള് ചോദിച്ചിട്ടൊന്നുമല്ല, ആള് 1 lakh അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടു. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ 15% കളക്ട് ചെയ്യുന്നത്. അപ്പം 1.5 lakhിൻ്റെ എന്ന് വെച്ചാൽ 22,000 ചേഞ്ച് ഒക്കെ കിട്ടിയാൽ മതി. പക്ഷെ ആള് ചോദിക്കാതെ തന്നെ 1 lakh അപ്പൊ തന്നെ ട്രാൻസ്ഫർ. അത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമുക്കൊരു ട്രസ്റ്റ്, നമ്മളോട് തന്നെ ഒരു വിശ്വാസം, ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി അല്ലേ? അതെ അതെ. എന്ന് വെച്ചാൽ കസ്റ്റമർ എന്ത് വിശ്വസിച്ച് നമ്മുടെ പൈസ തരുന്നേ? നമ്മളാണെങ്കിൽ കൊടുക്കും, ഞാനാണെങ്കിൽ കൊടുക്കത്തില്ല. എനിക്ക് അറിയാത്ത ഒരാളുടെ ഇങ്ങനെ പൈസ കൊടുക്കും. ഞാനാണെങ്കിൽ ഓൺലൈൻ ആകുമ്പോൾ കൊടുക്കത്തേ ഇല്ല. എനിക്കാണെങ്കിൽ എല്ലാം കടയിൽ പോയി. അല്ല, അതൊരു കൺസേൺ ആണ് കേട്ടോ. ആദ്യമേ തുടങ്ങിയ കാലത്ത് എല്ലാവരും ചോദിക്കുന്ന ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ മേടിക്കും, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, കടയിൽ വന്നെടുത്തോട്ടെ, അപ്പം നിങ്ങൾക്ക് ശരിക്കും കടയുണ്ടോ? അത് മിക്കത് ഹാൻഡിൽ ചെയ്ത് അനീറ്റയാണ്. അനീറ്റ പിന്നെ ഞങ്ങളെ തൃശ്ശൂരുമാണല്ലോ. അപ്പം ആദ്യമത്തെ കസ്റ്റമേഴ്സ് മിക്കവാറും വീട്ടുകാരും അറിയാവുന്ന ആൾക്കാരും നാട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൻ്റെ മറ്റേ കണക്ടിവിറ്റിയിലുള്ള ആൾക്കാരെയും ഒക്കെ നമ്മൾ പിടിച്ചു. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിരുന്നു ഫസ്റ്റത്തെ കുറച്ച് ഓർഡേഴ്സ്. പിന്നെ പിന്നെ പുറത്തെ ആൾക്കാർ പതുക്കെ വന്നോണെങ്കിൽ ഇപ്പൊ പുറത്തെ ആൾക്കാർ മാത്രമാണ്. പിന്നെ ഒരു ഈ വളയുടെ വീഡിയോ പേജിലിട്ടതിന് ശേഷം ഉണ്ടായിരുന്നു. കാരണം അതുവരെ നമ്മൾ കുഞ്ഞു ലോക്കറ്റ്സ്, കുഞ്ഞു പെൻഡൻസ് അല്ലെങ്കിൽ മുക്കുത്തി ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് ലക്ഷറീസ് ഐറ്റംസിന്റെയും മാനുഫാക്ചറേഴ്സ് അയച്ചു തരുമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അത് ജസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആയിരുന്നു. പക്ഷെ പിന്നെ പതുക്കെ നമ്മൾ പോയി ഡെലിവറി ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അൺപാക്ക് ചെയ്യുന്ന വീഡിയോസ് അങ്ങനത്തെയൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ പേജ് കുറച്ചും കൂടെ ലൈവ്ലി ആയി, കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റണ പോലത്തെ ഒരു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാരണം ഇപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് ആൾക്കാർക്ക് മേടിക്കാൻ പേടിയുള്ളതുപോലെ തന്നെ ഇത്രയും വിലയുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഇത് കൊറിയർ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാനും ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? അപ്പം നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു? ആദ്യമേ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കായിരുന്നു. അതാണ് അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. അപ്പം സാധനത്തിന്റെ പ്രോഫിറ്റ് ഫുള്ള് ചായ, വട, പെട്രോളില് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു. ചില ദിവസം ഇങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ഓണറിനെ പോയി കൊടുക്കണമെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടൊക്കെ ബാഗ് ഇട്ടിറക്കും, ഡെലിവറി ബോയ് പോലെ പോകും. അങ്ങനെയൊക്കെ ചെറിയ സാധനമൊക്കെ ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ പോയി കൊടുക്കുന്നത്? എങ്ങനെ
ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടൊരു ഭർത്താവ് അല്ലേ? കാരണം ഇവൾക്കായിരിക്കും ഓർഡർ ചെയ്തേക്കുന്നത്. ഇവള് അപ്പൊ പറയും ഇപ്പൊ സാധനം എത്തുന്നത്. ഇന്നിപ്പോ വന്നത് ബെൻസിലല്ലേ? മറ്റേ 10,000 രൂപയുടെ മുക്കുത്തി അല്ലെങ്കിൽ 25,000 രൂപയുടെ പെൻഡന്റ് ഒക്കെ ബെൻസിൽ വന്നേക്കാണ് ഡെലിവറി. വീട്ടിലെ സ്കൂട്ടർ എടുത്തിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. സ്വിഗ്ഗി സെറ്റ് പോലെ പാവം വെയിലൊക്കെ കൊണ്ട് കുറെ നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെയായിരുന്നു ആദ്യത്തെ ഡെലിവറീസ്. പക്ഷെ ഇപ്പം നമ്മള് പ്രോപ്പർ ലോജിസ്റ്റിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സെക്യൂർഡ് ലോജിസ്റ്റിക്സ് ഉണ്ട്. നമുക്ക് ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇപ്പം. പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട്. ഔട്ട് ഓഫ് കേരള ഔട്ട് ഓഫ് കേരള മെട്രോസിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ, മുംബൈ, ബാംഗ്ലൂർ അങ്ങനെയുള്ള മെട്രോസിൽ മാത്രം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻറ്റീരിയർ ഇന്ത്യയിലേക്ക് അങ്ങനെ ഇപ്പം ആകെ ഒരു എനിക്കൊന്ന് ഭോപ്പാലിൽ ഒരെണ്ണം ചെയ്തായിരുന്നു. അത് മാത്രമേ ഭോപ്പാൽ ഓൾ ഇന്ത്യ അത്യാവശ്യം ഓർഡർ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ NRIs ആണ് അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നതാണ് ഈ ഓർഡേഴ്സൊക്കെ. അല്ലാതെ ഭോപ്പാലിലുള്ള ഒരാളല്ല ഇത് ഓർഡർ ചെയ്യുന്നതെന്ന്. NRIs അവരുടെ പേരൻസിനോ അവരുടെ റിലേറ്റീവ്സിനോ വേണ്ടി അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്നവരാണ്. ഈ 2 ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് യൂസ് ചെയ്തേക്കുന്ന 2 പേരാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. ഈവൻ നമ്മുടെ ഫാദറിന് അല്ലെങ്കിൽ ലോങ് ഇയേഴ്സ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി ഗ്രൂപ്പിൽ നിന്നൊക്കെ അവരുടെ മക്കൾ വന്നിട്ട് ഓൺലൈനിലേക്ക് വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവരോട് പറയാനുള്ള ഇത് ശരിക്കും ഒരു കൺവെൻഷണൽ ജ്വല്ലറി വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ക്യാപിറ്റൽ കുറവ് മതി ഇതിന്. പക്ഷേ ആ ക്യാപിറ്റലെല്ലാം നമ്മൾ മാർക്കറ്റിങ്ങിലേക്കാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഡിജിറ്റൽ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, സെയിൽസ് ടീമിനെ ഡെവലപ്പ് ചെയ്യുക. കാരണം ടെലി സെയിൽസും നമ്മുടെ ഒരു ഷോറൂമിൽ വന്നിട്ടുള്ള സെയിൽസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എൻറ്റയർലി ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. എങ്ങനെ സെയിൽ ചെയ്യാം, എങ്ങനെ ലീഡിനെ ഫോളോ ചെയ്യാം. ഇപ്പം എൻ്റെ ഫാദറിന് ജ്വല്ലറി ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവിടെ ഒരു CRM അങ്ങനെയുള്ള ഒരു സാധനം ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ടെക്കിനായിട്ടുള്ള അഡ്വാൻസസും യൂസ് ചെയ്യണം. CRM യൂസ് ചെയ്യുക, ആളെ ലീഡിനെ ഫോളോ ചെയ്യുക, ഏതൊക്കെ ലീഡ് വരുന്നു അതനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വെച്ച് വീണ്ടും മെറ്റയിൽ റീടാർഗറ്റ് ചെയ്യുക. അങ്ങനെയുള്ള നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടെക്നിക്സും കൂടെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ബിസിനസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സാണെന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ചാൽ FMCG ഇലക്ട്രോണിക്സിനേക്കാളും കമ്പൈൻഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ഈ ഗോൾഡ് ജ്വല്ലറി ബിസിനസ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്, എല്ലാവർക്കും സ്പേസ് ഉണ്ട്. അല്ലാതെ ഒരാൾ വന്നാൽ തീർന്നു പോകുന്ന സ്പേസ് ഒന്നുമില്ല. അപ്പം എല്ലാവരും ഓൺലൈനായിട്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, കൂടുതൽ റീച്ച് ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫാദർ നോക്കിയാൽ എന്ത് ചെയ്താലും NRI ഒരു കസ്റ്റമറിന് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്തിപ്പെടാനൊരു മാർഗ്ഗമില്ല. കസ്റ്റമർ NRI എങ്ങനെ അറിയുന്നു ഇവിടെ ഒരു കടയുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യാമെന്നിങ്ങനെ. അപ്പോൾ ഓൺലൈൻ പ്രസൻസ് മസ്റ്റാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിൻ്റെ ഒരു ലെവലും കൂടെ മണ്ടേ നിൽക്കുന്നവരാണ് സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ കുറേ ആഡ് റൺ ചെയ്തെന്ന് വെച്ചുകൊണ്ടൊന്നും ഇത് വർക്കൗട്ട് ആകുന്നത്. അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങി കുറേ ഫോട്ടോയും വീഡിയോ ഇട്ടു, അതിലൊന്നും അല്ല കൺവേർഷൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, അതിലും കാര്യമില്ല. ചിലപ്പോൾ 500 ഫോളോവേഴ്സ് മതി. പക്ഷെ 500 പേര് മേടിക്കുന്നവരാണെങ്കിലും ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് എത്ര സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മേടിക്കുന്നത്. ഇപ്പം എൻ്റെ ഓഡിയൻസ് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഞാനിതൊക്കെ കാണിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരോട് ഞാൻ ഈ ഡയമണ്ടിൻ്റെ ഇത് കാണിച്ചിട്ട് അവർക്ക് കാര്യം അവർ കാണും, ലൈക്ക് ചെയ്യും എന്നുള്ളൂ. പക്ഷേ അത് കൺവേർഷൻ സെയിലിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എത്ര സ്ട്രോങ് ആണ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കറക്റ്റാണ്, അതിനനുസരിച്ച് നമ്മൾ ബാക്കിയെല്ലാം അതിന് റിവോൾവ് ചെയ്തിരിക്കും. നമ്മൾ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ അകത്തെ മെയിൻ. അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നാച്ചുറൽ ഡയമണ്ടും ലാബ് ഗ്രോൺ ഡയമണ്ടും ഇതിൽ നല്ലതാണോ? നാച്ചുറൽ ഡയമണ്ട് അത്രയും ക്വാളിറ്റി ലാബ് ഗ്രോണിനുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രൈസ് ഡിഫറൻസ് വരുന്നത്? ഇങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ 24-22 ക്യാരറ്റ് പോലെ ഇപ്പം 18 ക്യാരറ്റ് 14 ക്യാരറ്റ് 9 ക്യാരറ്റ് വരെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ്. ശരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആണ്, അതുകൊണ്ട് റേറ്റ് ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, നാച്ചുറൽ ഡയമണ്ടും ഈ ലാബ് ഗ്രോൺ ഡയമണ്ടും തമ്മിലുള്ള ക്വാളിറ്റിയിലുള്ള വ്യത്യാസം എന്താണ്? അന്ന ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അതിൻ്റെ അകത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഫിസിക്കലി സെയിം ആണ്, ഇതിന് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്, സെയിം ലെവൽ ഓഫ് ഹാർഡ്നെസ് ആണ്, സെയിം ലെവൽ ഓഫ് ഷൈൻ ആണ്, ഇതെല്ലാം സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡയമണ്ട്സ് എർത്തിൻ്റെ അടിയിൽ മൈൻ ചെയ്തെടുക്കുന്നതാണ്.
പക്ഷേ അറ്റ് ദ സെയിം ടൈം ലാബ് ഗ്രോൺ ഡയമണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് പ്രോസസ്സിലൂടെ ലാബിൽ ഡയമണ്ട് റിക്രിയേറ്റ് ചെയ്യുന്നത്, എർത്തിൻ്റെ അടിയിലത്തെ കണ്ടീഷൻസ് വെച്ച് ലാബിൽ റിക്രിയേറ്റ് ചെയ്യുന്നതാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. പക്ഷെ സംഭവം സെയിം ആണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം വീട്ടിലും നിങ്ങൾക്ക് ഐസ് ഉണ്ടാക്കാം, ഹിമാലയത്തിൽ പോയി വേണമെങ്കിൽ ഐസ് കളക്ട് ചെയ്യാം. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഐസിന് ഒബ്വിയസ്ലി കോസ്റ്റ് കൂടുതലായിരിക്കും. വീട്ടിൽ ഐസ് ഉണ്ടാക്കിയാൽ നമുക്ക് തണുപ്പും ജ്യൂസ് കുടിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ അതിനകത്തെ ഡിഫറൻസ്. സംഭവം സെയിം ആണ്, ഐസ് തന്നെയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആൾക്കാർ നാച്ചുറൽ ഡയമണ്ട് മേടിക്കുന്ന ആ ഒരു പ്രവണത കുറച്ച് ഒബ്വിയസ്ലി കുറയില്ല, ലാബ് ഗ്രോണിലേക്ക് വരത്തില്ലേ? അതിൻ്റെ ഒരു സ്റ്റാറ്റ് പറയുവാണെങ്കിൽ ഇപ്പോൾ US-ലാണെങ്കിൽ ലാബ് ഗ്രോൺ ആണ് ലീഡിങ് ഡയമണ്ട് സെയിൽസ് വരുന്നത്. ഇപ്പോൾ എൻഗേജ്മെൻറ്റിലാണെങ്കിൽ 70% ഓഫ് പീപ്പിൾ യൂസ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഇൻ US. അതേ ട്രെൻഡ് തന്നെ ഇന്ത്യയിലേക്ക് വരും. കാരണം ആൾക്കാർക്ക് ഇത് ഒരേ സാധനമാണ്, ജസ്റ്റ് ആ ഇമോഷണൽ മാർക്കറ്റിംഗ് കൊണ്ടാണ് നാച്ചുറൽ ഡയമണ്ട്സ് വിറ്റ് വന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് എങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഷൈൻ ഇച്ചിരി കൂടുതലാണ്, അല്ലെങ്കിൽ ഇതിന് ഹാർഡ്നെസ് ഇച്ചിരി കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ഡയമണ്ട് സജസ്റ്റ് ചെയ്യാം. പക്ഷേ ലാബ് ഗ്രോൺ ഇതെല്ലാം സെയിം ആണ്, പക്ഷേ പ്രൈസിങ്ങിൽ മാത്രം വ്യത്യാസം, മൈനസ് ഇമോഷണൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഫാക്ടറും കുറവാണ് ഈ ലാബ് ഗ്രോണിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ സോളിറ്റെയർ എന്ന് പറയുന്നത് ഡയമണ്ടിലെ ഭയങ്കര ആൾക്കാർക്കൊക്കെ ഒരു ഇഷ്ടമുള്ള, എല്ലാവരും ഒരു ഡ്രീം ആയിരിക്കും, ഒരു സോളിറ്റെയർ വാങ്ങണമെന്നുള്ളൊരു ഡ്രീം ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ വന്നിട്ട് പറഞ്ഞു, ഒരു മുക്കൂത്തി അവനൊരു കമ്മൽ സോൾട്ടെയർ മേടിക്കണം. അപ്പോൾ നമുക്ക് 6000 രൂപയ്ക്ക് നോർമലി കിട്ടുന്ന ഒരു ഡയമണ്ടിൻ്റെ കമ്മൽ അവൻ മേടിച്ചു വന്നപ്പോഴേക്ക് 25,000 രൂപയും കണ്ടായി സോൾട്ടെയർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സോളിറ്റെയറിൽ തന്നെ നാച്ചുറലും ഉണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ലാബ് ഗ്രോണും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു ഡിഫറൻസും ഇതെങ്ങനെ ആളുകൾ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? സോളിറ്റെയർ റിങ്സ് നാച്ചുറൽ ലാബ് ഗ്രോണിൽ വരുമ്പോൾ അതിൻ്റെ മെയിൻ ഡിഫറൻസ് വരുന്നത് അതിൻ്റെ പ്രൈസിങ്ങിലാണ്. ആൾക്കാർ 10 ലക്ഷം തൊട്ട് 1 കോടി വരെ നീത അംബാനിയുടെ ഒക്കെ റിങ് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര മുടക്കാൻ ആൾക്കാർ തയ്യാറാണ്. അപ്പോൾ റീസെൻ്റ്ലി ഡേവിസിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് റിങ് ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായി. അപ്പം അവർ ഉദ്ദേശിക്കുന്ന ഡിസൈനിന് നാച്ചുറൽ ഡയമണ്ട്സിൽ ഒരു 6 lakhs അടുത്ത് വരുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചു. നമ്മൾ ലാബ് ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ 75,000 ആണ് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ എന്തിനാണ്, ഒരു സോളിറ്റെയർ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷനാണ്, അത് ലൈഫ് ലോങ് ഇട്ട് നടക്കേണ്ട ഒരു സാധനമാണ്. അപ്പം ആ ഇമോഷന് വേണ്ടിയിട്ട് ഇത്ര ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾ ഇതിന് വേസ്റ്റ് ചെയ്യണോ, ഓർ ഇത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് അവർ ഡിസിഷൻ ചേഞ്ച് ചെയ്തിട്ട് സ്വിച്ച് ടു ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. ഇത് കണ്ടാൽ മനസ്സിലാകും, ഇത് കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതും ഈ വങ്കിറിങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി. അപ്പം ഞാൻ ഇത് ആദ്യമേ സർട്ടിഫൈഡ് അല്ലാതെയാണ് വരുന്നത് ഈ റിങ്ങുകളൊക്കെ. അപ്പം ഞാനൊരു സർട്ടിഫിക്കേഷൻ ലാബിൽ പോയി, തൃശ്ശൂർ തന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു സർട്ടിഫിക്കേഷൻ ലാബിൽ പോയി. അപ്പോൾ അവിടെ CVD ചെക്കർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഇല്ലായിരുന്നു. ആ മെഷീൻ ഇല്ലാതെ ഞാനിത് ഒരു ചെറിയ ലാബായിരുന്നു, അപ്പോൾ അവിടെ ഈ മെഷീൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഇത് സർട്ടിഫൈ ചെയ്യാൻ കൊടുത്തു. അവരെനിക്ക് സർട്ടിഫൈ ചെയ്ത് തന്നാൽ നാച്ചുറൽ ഡയമണ്ട്സ് എന്നാണ് സർട്ടിഫൈ ചെയ്തത്. കാരണം ഒരു ജമോളജിസ്റ്റിന് പോലും ഇത് ആ മെഷീൻ ഇല്ലാതെ തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാര്യം. ഡിഫറൻസ് ഇല്ല എന്നുള്ള, ആ മെഷീൻ ഉണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ പോലും പറ്റത്തുള്ളൂ ഇത് ലാബ് ഗ്രോൺ ആണോ അതോ നാച്ചുറൽ ഡയമണ്ട് ആണോ. രണ്ടും ഒരേ മെഷർമെൻറ്റിൽ ഒരേ സർട്ടിഫിക്കേഷൻ ആയിരുന്നു. ക്ലാരിറ്റിയുടെ മെഷർമെൻറ്റ് സെയിം ആണ്, ഈ കട്ടിൻ്റെ മെഷർമെൻറ്റ് സെയിം ആണ്, ക്യാരറ്റിൻ്റെ മെഷർമെൻറ്റ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷേ പ്രോസസ്സ് മാത്രമാണ് വ്യത്യാസമുള്ളു. ഒരു ഞാൻ പറഞ്ഞു ജമോളജിസ്റ്റിന് ഇത് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാധാരണ ആള് തിരിച്ചറിയാൻ പറ്റും. ഗർഭസ്ഥ ശിശുവും ടെസ്റ്റ് ട്യൂബ് ശിശുവും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ. അതല്ല, നമ്മളെല്ലാ ജ്വല്ലറി പോകുമ്പോൾ അവരാദ്യമേ നമ്മളോട് അതാ പറയുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോ ജ്വല്ലറികളിൽ പോകും, അവരെന്താണ് സെല്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ IVF ബേബിയും റിയൽ ബേബിയായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഐസ് ഫ്രിഡ്ജിലും ഉണ്ടാക്കാം, നമുക്ക് വേണമെങ്കിൽ ഹിമാലയത്തിൽ പോയി കളക്ട് ചെയ്യാം. അങ്ങനെ ശരി. ആകെ ഒരു വ്യത്യാസമുള്ള IVF ബേബി ആകുമ്പോൾ കോസ്റ്റ്ലി ആണ്. ഇത് നേരെ തിരിച്ചാണ്, IVF ബേബിയാണ് ചീപ്പ്. IVF ബേബി കുറച്ചുകൂടെ ചീപ്പാണെന്നല്ലേ. ഓക്കെ, അതൊരു അടിപൊളി എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇത് ഒരു രീതിയിലും വ്യത്യാസമില്ലെങ്കിൽ പിന്നെ ആളുകൾ ഈ ഇമോഷൻ്റെ പുറത്ത് മാത്രമാണല്ലോ സോൾട്ടെയറിലെ നാച്ചുറൽ ഡയമണ്ട്സിലേക്ക് പോകുന്നത്. അപ്പം
അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നഷ്ടമായിട്ടില്ലേ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ? കാരണം ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന റേറ്റ് എങ്ങനെയാണ് അപ്പോൾ? അപ്പോൾ റീസെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സെയിം നാച്ചുറലിൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നത് 80% ബൈബാക്ക് ആണ് ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്സിന് കൊടുക്കുന്നത്, സെയിം ആസ് നാച്ചുറൽ ഡയമണ്ട്സ്. പക്ഷേ സെയിം ആസ് നാച്ചുറൽ ഡയമണ്ട്സിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വേണം ഇത് വിൽക്കാൻ. ഇപ്പം നാച്ചുറൽ ഡയമണ്ട്സ് ആണെങ്കിൽ നമ്മളിപ്പം ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ ആ കടയിൽ തന്നെ കൊണ്ട് കൊടുക്കണം, അല്ലാതെ വേറൊരാൾക്ക് നമ്മുടെ ഈ ഡയമണ്ട്സ് കിട്ടിയിട്ട് ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് കാര്യം. കാരണം അതേ ടൈപ്പ് ഡിസൈനിലെ ആ സ്റ്റോൺസൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു വാല്യൂ ഒന്നുമില്ല. ഇപ്പോൾ ഒരു കുറച്ച് ഡയമണ്ട് കയ്യിലിരിപ്പുണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു യൂസ് ഇല്ല. ഞങ്ങള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ആദ്യം ചെയ്തൊരു മെയിൻ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ലൂസായിട്ട് സ്റ്റോൺസ് മേടിച്ച് വെക്കുമായിരുന്നു. പക്ഷെ പിന്നെയാണ് റിയലൈസ് ചെയ്തത് കാസ്റ്റിംഗ് ചെയ്തിട്ട് അതിൽ ഫിറ്റ് ചെയ്യണ സ്റ്റോൺസാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അന്ന് മേടിച്ച് വെച്ച സ്റ്റോൺസ് ഇപ്പോഴും ഞങ്ങളുടെ ഒരു പെട്ടിയിലിട്ടിരിക്കുന്നുണ്ട്. യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, കാരണം അത് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈനിന്റെ കാസ്റ്റ് വരുമ്പോൾ അതിൽ ഫിറ്റ് ചെയ്യണ സ്റ്റോൺസാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സൈസ് മാച്ചിങ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ലൂസ് ആയിട്ടുള്ള സ്റ്റോൺസ് വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു ചെറിയ സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് ഫിറ്റ് ആവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളെ കയ്യിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഈ മോതിരം ഇപ്പൊ ഡയമണ്ട് ആണ്, അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഡയമണ്ട്സ് അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല? അതേപോലത്തെ ഡിസൈൻ വന്നു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട അതേ സീവ് സൈസ് ഉള്ളൊരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചുമ്മാ തന്നിട്ടൊരു കാര്യമല്ല, അവിടെ തന്നെ ഡയമണ്ട് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും, ചിലപ്പം പറ്റില്ല. പിന്നെ സോളിറ്റയർ റിങ്സ് ആരും, എൻഗേജ്മെന്റ് റിങ്സ് റീസെയിലിന്റെ കാര്യം പറയുമ്പോൾ എൻഗേജ്മെന്റ് റിങ്സ് ആരും അങ്ങനെ റീസെയിൽ ചെയ്യാറില്ല. യൂഷ്വലി നമ്മള് എപ്പോഴും അതൊരു വേറെ പെർസ്പെക്റ്റീവ് ആണ്. ലേഡീസ് എപ്പോഴും ഓർണമെന്റ്സ് മേടിക്കുമ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതിലായിരിക്കും. പക്ഷെ ഇവര് നേരെ വിറ്റാല് എത്ര കിട്ടും അത് അവര് നോക്കുള്ളൂ. പക്ഷെ എൻഗേജ്മെന്റ് റിങ്സ് ഒന്നും ആരും ഒരിക്കലും വിൽക്കാത്തൊരു ഇതാണല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും amount വേസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നാച്ചുറൽ ഡയമണ്ട്സ് ഇപ്പം നമുക്കറിയത്തില്ല നാച്ചുറൽ ആണ് ലാബ് ഗ്രോൺ ആണ്, നമ്മളിപ്പോൾ ഒരു ഡയമണ്ട് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്കൊരു കാർഡ് തരും, ഒരു സർട്ടിഫിക്കേഷൻ കാർഡ്. ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉള്ളത്? നമ്മൾ രണ്ട് മെയിൻ സർട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ സ്റ്റോൺസ് എല്ലാം IGA ഓർ SGL സർട്ടിഫൈഡ് ആണ്. ഇവരാണ് ഇന്ത്യയിലെ ടോപ്പ് 2 ലബോറട്ടറീസ്. ഇവർ സർട്ടിഫൈ ചെയ്യാത്ത ഒരു സ്റ്റോൺസും നമ്മൾ വിൽക്കുന്നില്ല. പിന്നെ അടുത്തൊരു ക്വാളിറ്റി മെഷറായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട്സിൻ്റെ കട്ടാണ്. അത് നമ്മളൊരു കാർഡിലൊന്നും മെൻഷൻ ചെയ്യത്തില്ല. പക്ഷേ നമ്മളൊരു ഇൻറ്റേർണൽ ഇതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സലൻറ്റ് കട്ടുള്ള സ്റ്റോൺസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാർഡിൽ കാണുന്ന VVSCF അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഡയമണ്ടിൻ്റെ കട്ടിലാണ് അതിൻ്റെ റിഫ്ലക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നമ്മളൊരു തനിഷ്കോ ബ്ലൂ സ്റ്റോണോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മേജർലി അവർ സെല്ല് ചെയ്യുന്ന IJSH എന്നൊക്കെ IJ ആ ഒരു ക്വാളിറ്റി SIIJ ആ ക്വാളിറ്റിയിലുള്ള ഡയമണ്ട്സ് ആയിരിക്കും സെല്ല് ചെയ്യുന്നത്. പക്ഷേ അവരുടെ കട്ട് നല്ലതായതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന് ഇത്രയും ക്ലാരിറ്റിയും ആ ഒരു റിഫ്ലക്ഷനൊക്കെ ഗ്ലോ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്ന കട്ട് എക്സലൻ്റ് ഉള്ള സ്റ്റോൺസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ എന്ന് നമ്മൾ പണ്ടേ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ VVS EFO അങ്ങനെയുള്ള ഒരു ഗ്രേഡിങ്ങും വരും. അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി സൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പം താങ്കളൊരു ടെക്കിയാണ്, ആളുടെ ബിസിനസ്സിനൊപ്പം കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മളൊരു ടെക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ, കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഓർഡർ ചെയ്ത് തരുവാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഓർഡർ തന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ടെക്കുമായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതോ നോർമൽ കൈകൊണ്ടൊക്കെ വരച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രോസസ്സ്? തുടങ്ങിയപ്പോൾ ഞങ്ങൾ അനീറ്റ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അനീറ്റ ഒരു പേപ്പറിൽ നോട്ട് പാഡിൽ എഴുതുമായിരുന്നു, ഓക്കെ ഇതാ നമ്പർ, കസ്റ്റമർ ഇതാ പറഞ്ഞ് കോൾ ബാക്ക് വേണം. ഇതായിരുന്നു ഞങ്ങളുടെ ആകെ 3 കോളംസ് ഉള്ളതായിരുന്നു. കോൾ ബാക്ക് വേണമെങ്കിൽ പിന്നെ അനിയിട്ട് അടുത്ത ദിവസം വിളിക്കും, എന്നായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പോകെ അത് ബുദ്ധിമുട്ടായി വന്നു. കാരണം ഓർഡേഴ്സ് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കഴിഞ്ഞൊരു ഡിസംബർ തൊട്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ തുടങ്ങിയത്. അതുവരെ കുഴപ്പമില്ലായിരുന്നു, കാരണം 1-2 ഓർഡറുള്ളൂ. നമുക്ക് മനസ്സിലറിയാം ഈ കസ്റ്റമറുടെ അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്കെ ഇതാണ്. പക്ഷേ ഒരു ഡിസംബർ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്ക് ഒരാളെ ഹയർ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും ഇത് ട്രാക്ക് ചെയ്യാൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മുടെ ഈ AI ഉള്ളതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് സിസ്റ്റംസ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ CRM ആണ് യൂസ് ചെയ്യുന്നത്, ഇൻഹൗസ് CRM ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സും സ്പെസിഫിക് ആയിട്ട് ആ CRM ഉണ്ടാക്കി. ഇൻഹൗസ് ഇൻവോയ്സ് GST ബില്ലിങ് എല്ലാം നമ്മൾ ഇൻഹൗസ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ജസ്റ്റ് ഒരു കസ്റ്റമർ
ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലീഡ് വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ CRM വരും. കാരണം ആ ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. CRM വന്ന് അവർ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് വരെ നമുക്കുള്ള സപ്ലൈ ചെയിൻ ഫുള്ള് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റ് പ്രോഡക്റ്റ് ഇപ്പോൾ എന്തായെന്ന് വരെ അറിയാനുള്ള മാർഗ്ഗമുണ്ട്. ടെക്കാണ് നമ്മുടെ ബാക്കിയുള്ള ഒരു കൺവെൻഷണൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നല്ലേ. കൺവെൻഷണൽ ജുവലേഴ്സായിട്ട് ഉള്ളൊരു മേജർ ഡിഫറൻസ് നമുക്കത്. ടെക്കിൽ നമ്മൾ അത്യാവശ്യം ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പുതിയതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു 50-60 ജുവലേഴ്സിനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെന്ത് പ്രൊഡക്റ്റ് ഹിറ്റായാലും നമ്മൾ അറിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആ ട്രെൻഡ് എന്നാന്ന് അറിയാൻ പറ്റും. ലൈവായിട്ടുള്ള ട്രെൻഡ് എന്നാണ്, എന്തൊക്കെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ, നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ പ്രൊഡക്ട്സ് പ്ലാൻ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ. അതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് അനാലിസിസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടോപ്പ് 50 എല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോളോ അല്ല, അവരുടെ ഫുൾ അനലിറ്റിക്സ് നമ്മൾ സ്ക്രൈപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്ക്രൈപ്പ് എന്നല്ല, നമ്മൾ അവരുടെ ഫുൾ അനലിറ്റിക്സ് എന്താണ് നമുക്ക് ലീഗലി എടുക്കാൻ പറ്റുന്നത് അതൊക്കെ എടുത്താണ് നമ്മളിപ്പം ഡേറ്റ ഡ്രിവൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊരു 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്തിട്ട് കസ്റ്റമറെ പിടിച്ച് പേജിനെ പയ്യെ ഡെവലപ്പ് ചെയ്ത് പിന്നെ CRM കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് സ്ട്രഗിൾ എന്തായിരുന്നു? ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും എൻ്റെ വർക്ക് ഭയങ്കര ഹെക്റ്റിക്കാണ്. അപ്പം എന്താ, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യണതിൻ്റെ സുഖം എന്താണെന്ന് ഇപ്പോഴും അറിഞ്ഞു പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വർക്ക് ഹെക്റ്റിക്കായാലും നമ്മളത് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം ഇങ്ങനൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ടൈംലി ഡെലിവറി ചെയ്യാൻ പറ്റണം, ഡെലിവറി ചെയ്ത കസ്റ്റമർ ഹാപ്പി ആവണം, പിന്നെ അവരുടെ ഇഷ്യൂസൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. അവരെപ്പോൾ റീച്ച് ഔട്ട് ചെയ്താലും നമ്മൾ അവൈലബിൾ ആവണം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തോന്നും, ഇപ്പോൾ ഡേവിസ് ആയാലും വർക്കിംഗ് ആയിരുന്നപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടിരുന്നപ്പോൾ ഭയങ്കര കൂളായിരുന്നു. വർക്കിൻ്റെ പ്രഷേഴ്സ് ഉണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ തലവേദന കുറവായിരുന്നു. പക്ഷെ ഇപ്പം റെസ്പോൺസിബിലിറ്റി കൂടിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ മെയിനായിട്ട് നേരിടുന്നത്. അവിടുന്ന് മറ്റേ കോട്ടൊക്കെ ഊരി വെച്ച് സ്റ്റെസ്കോപ്പും വെച്ചിട്ട് വീട്ടിൽ വന്നാൽ പിന്നെ ഫ്രീ ആയിരുന്നു. ഇതിപ്പോ ഫുൾ ടൈം ടെൻഷൻ ആണെന്നല്ലേ? അതായത് സ്ട്രഗിള്. ആ ടെൻഷനേക്കാളും കൂടുതൽ ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ കുറെ പേരോട് അക്കൗണ്ടബിൾ ആണ് ഇപ്പം. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഭയങ്കര നമുക്ക് ഒരു നമ്മുടെ പ്രോഡക്റ്റ് ഭംഗിയായില്ല, അല്ലെങ്കിൽ ടൈംലി ഡെലിവറി ചെയ്യാൻ പറ്റാണ്ട് വരാം, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സമയത്ത് അത് ഭയങ്കര ടെൻഷനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ട് ഒരു കസ്റ്റമർ ഹാപ്പി ആകുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അല്ല, ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ടീ ഷോപ്പിൽ ഇരുന്നപ്പോഴാണ് കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് ഡെലിവറി ഞങ്ങളുടെ പെരുമ്പാവൂരുള്ള നേരത്തെ പറഞ്ഞ ആള് തന്നെ അവരൊരു നെക്ലസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ വിളിച്ച് പറഞ്ഞു വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, വീട്ടിലുള്ളവർക്ക് ആദ്യത്തെ പോലത്തെ ഒരു 2 വള വേണം. അപ്പം അങ്ങനെ റിവ്യൂസ് കേട്ട് കൂടുതൽ ഓർഡേഴ്സ് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങോട്ടേക്ക് വന്ന എന്തായിരുന്നു ബിസിനസ്സിലെ സ്ട്രഗിൾ? കാരണം ഓൾറെഡി ഇയാള് കോയമ്പത്തൂരും തൃശ്ശൂരൊക്കെ ആയിട്ട് നിൽക്കണു, നമുക്ക് വർക്കുണ്ട്, ബാംഗ്ലൂരാണ്. ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നതായിരുന്നു സ്ട്രഗിള്. ഒന്ന് ഈ ട്രാവലിംഗ് ഒരു വലിയ വിഷയമായിരുന്നു. കാരണം എല്ലാ ആഴ്ചയും പോയിട്ട് വരുമ്പം ഒന്ന് പോയിട്ട് വരുന്ന പോലെ അല്ലല്ലോ, എല്ലാ ആഴ്ചയും പോയി വരുമ്പോൾ തന്നെ ഒരു മടുപ്പുണ്ട്. പ്ലസ് ബിസിനസ് സൈഡിലെ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫാമിലിയിലാരും ഇങ്ങനെ വലിയ സ്കെയിൽഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസോ, സാധാരണ ഉള്ള എൻ്റെ ഫാദറുണ്ട്, ഫാദറിനെ സഹായിക്കാൻ ഒരാളുണ്ട്, അതിൻ്റെ ഉള്ളൊരു ബിസിനസ്, ആ നാട്ടിലെ നല്ല പേരും കൊണ്ട് ഓടിപ്പോകുന്ന ഒരു ബിസിനസ്, അങ്ങനെയുള്ള ഒരു പരിപാടി ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ഒരാളും കൂടെ സഹായിക്കണം, അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഓപ്പറേഷൻസ് ഇല്ലല്ലോ. പക്ഷേ ഒരു പരിപാടി സ്കെയിലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഹയർ ചെയ്യുന്ന എങ്ങനെ, ചെറിയൊരു ഫയർ ചെയ്യുന്ന എങ്ങനെയെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അവർ നമ്മുടെ ജീവിതകാലം മൊത്തം പണിയെടുക്കുന്നത്. പക്ഷേ കോർപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞിരിക്കുക എന്നാ ഫയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ടുവരാം, എങ്ങനെ റീടാർഗറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് സെയിൽസിന് ഒരു സെയിൽ ഡെക്ക് ഉണ്ടാക്കണമെന്നുള്ള കാര്യം പോലും അറിയത്തില്ലായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു കമ്പനി ആകുമ്പോൾ സെയിം ലാംഗ്വേജ് വേണം എല്ലാവരും മിണ്ടാൻ, അല്ലാതെ ഒരാളൊരു ഉത്തരം കൊടുക്കും അടുത്ത ഒരാൾ വേറൊരു ഉത്തരം കൊടുക്കും, അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ആകത്തില്ല. പക്ഷേ ഈ സെയിൽ ഡെക്ക് എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഇങ്ങനെ സ്കെയിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് കണ്ടുപഠിക്കാനുള്ളൊരു സാഹചര്യം വീട്ടിലോ, എൻ്റെ വീട്ടിലും ഇല്ലായിരുന്നു, ഇവളുടെ വീട്ടിലും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് സഹായം വന്ന് എൻ്റെ കൂട്ടുകാർ അത്യാവശ്യം പേര് സ്കെയിൽഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നുണ്ട്.
ഒന്നിവിടെ ബാംഗ്ലൂർ ലിവ് ലോങ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഹരി സ്പാർക്കിൽ കഥ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫാമിൽ അവന് സ്വന്തമായിട്ട് ഫാമുണ്ട്. അത്യാവശ്യം ഭയങ്കര സ്കെയിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഉണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ കൊച്ചിയിൽ ഹെവൻ സ്പയർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, ഹെവൻ ആർക്ക് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇതുപോലെ തന്നെയാണ്, സ്കെയിൽഡായിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇതൊക്കെയാണ്. സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ബിസിനസ്സിൻ്റെ സക്സസ് ഇരിക്കുന്നത്. ആദ്യമേ സ്ട്രഗിൾ ആയിരിക്കും ഇതെല്ലാം കൊണ്ടുവരുന്നതിന്, പക്ഷേ ഒന്ന് ഡെവലപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ അകത്തെ മൊത്തം കാര്യങ്ങൾ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഈ ഓൺലൈനിൽ പർച്ചേസിങ് ഭയങ്കര കുറവുകൾ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ സൈസ് കറക്റ്റ് ആയിരിക്കുമോ, ഇവന് ഡ്രസ്സിൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലൊരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് രീതിയിലാണ് നമ്മൾ ഇവർക്ക്, കാരണം ഇപ്പോൾ നമ്മൾ ലോക്കറ്റ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും, ഇപ്പോൾ മാലയുടെ ലെങ്ത് നമുക്ക് 16 അല്ലെങ്കിൽ 18 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലോക്കറ്റ് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ വള നമ്മളിവരെ കാണുന്നില്ല, ഇവരുടെ കൈയുടെ സൈസ്, കൈയുടെ വണ്ണം, വലിപ്പം, ഇവൻ ആ ഇതിൻ്റെ തിക്നെസ് പോലും എല്ലാം നമ്മൾ കാണാതെയാണ് ചെയ്യുന്നത്. കസ്റ്റമറെ നേരിട്ട് കാണാതെയാണ് നിങ്ങൾ ഈ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നത്. അത് എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടിക്കലി സക്സസ്ഫുള്ളി ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡിസൈൻ നമുക്ക് ഷെയർ ചെയ്യും, നമ്മൾ അതിൻ്റെ ഒരു 3D CAD മോഡൽ ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് എക്സാക്ട്ലി വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അല്ല ചുമ്മാ വരച്ച് കാണിക്കുകയെന്നല്ല, നമ്മൾ ഇതിൻ്റെ 3D മോഡൽ പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ ഡൈമെൻഷൻസ് എത്ര, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോട്ട് കാണിക്കും എങ്ങനെ ഇത് 3D CAD മോഡൽ വരുന്നത്, ഹുക്കിൻ്റെ സൈസ് എത്ര, ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് എത്ര. അപ്പോൾ അവർക്ക് തന്നെ ചുമ്മാ ഒരു പേപ്പറെ വരച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഇപ്പം നമ്മൾ പറയാം 20 mm ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചാൽ അതൊരു വട്ടമാക്കിയാൽ പെൻഡൻ്റായി, അതാണ് പെൻഡൻറ്റിൻ്റെ വലിപ്പം. അങ്ങനെയാണ് കസ്റ്റമറിന് ഇത് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. പിന്നെ ചിലർക്ക് ഇച്ചിരി മോഡിഫിക്കേഷൻസ് അവിടെ വേണം ഇവിടെ വേണം, അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ CAD-ലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. ഈ 3D CAD മോഡലിലാണ് നമ്മുടെ മേജർ ഇൻഫ്ലുവൻസ് ഇരിക്കുന്നത്. അത് വെച്ച് തന്നെയാണ് നമ്മളിതിൻ്റെ വാക്സ് മോൾഡ് ഉണ്ടാക്കുന്നത്. ഈ CAD മോഡൽ 3D പ്രിൻ്റ് ചെയ്താണ് വാക്സ് മോഡൽ. ആ വാക്സ് മോഡലിലേക്ക് ഗോൾഡ് ഉരുക്കി ഒഴിക്കുന്നതെന്നുള്ളൂ. അല്ലാതെ ക്രാഫ്റ്റ്മാൻഷിപ്പിന് അങ്ങനെ ഇപ്പം വലിയ പ്രസക്തിയൊന്നുമില്ല. ഇതെല്ലാം ഇപ്പോൾ ഹൈടെക് പ്രോസസ്സസാണ്. അപ്പം ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് ആകെ വരുന്ന പോളിഷിങ് മാത്രമേ ഉള്ളൂ. അത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഹോൾമാർക്ക് ചെയ്യുന്നു, സർട്ടിഫിക്കേഷൻ ചെയ്യുന്നു, ഷിപ്പ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, ഓൾ ടുഗദർ പ്രോസസ്സ്. അപ്പോൾ CAD-ലാണ് നമ്മുടെ റിയൽ ഡിഫറൻസ് ഇരിക്കുന്നത് ഒരു കൺവെൻഷണൽ ജ്വല്ലറായിട്ട്. അല്ലെങ്കിൽ അവർ ചുമ്മാ പറയും ചെയ്യാമെന്ന് പറയും, എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഭയങ്കര വ്യത്യാസം വരാൻ വഴിയുണ്ട്. കാരണം നമ്മൾ ഈ CAD-ൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര മെറ്റലാണ് യൂസ് ചെയ്യുന്നത്, എത്ര ഡയമണ്ട് സ്റ്റോൺസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള എസ്റ്റിമേഷൻ എത്ര വരും. അതായിരുന്നു ഞങ്ങൾ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ മേജർ ഡിഫറൻസ്. ഞങ്ങൾക്കിങ്ങനെ CAD ഉള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തായിരിക്കും വെയിറ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോൺ വേറെ ആയിരിക്കും. അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. നഷ്ടം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഒരു കസ്റ്റമർ ഇത് മേടിച്ച പൈസ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം ഉണ്ടാകുന്നേക്കാളും കുറേ എണ്ണം 0 പ്രോഫിറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടം ഇതിൻ്റെ അകത്ത് വരേണ്ട ആവശ്യമില്ല, കാരണം കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ളൂ. ഗോൾഡ് ഉരിക്കാൻ നമുക്ക് ഗോൾഡിൻ്റെ പൈസ കിട്ടുമല്ലോ, ആ ഡയമണ്ടും പണിക്കൂലിയും പോവും. എന്ന് വെച്ചാൽ ഒരു ആദ്യമകാലത്തൊക്കെ ചില്ലറ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000-2000 രൂപ വെച്ചൊക്കെ പോകുമെന്ന് വെച്ചോ, ആ ഒരു പൈസ പോകത്തുള്ളൂ. പക്ഷേ അങ്ങനെ വലിയ ആന നഷ്ടങ്ങളില്ല, കാരണം ഇതിൻ്റെ ബേസ് പ്രോഡക്റ്റ് എപ്പോഴും റീസെൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ പലപ്പോഴും നമ്മൾ ഓൺലൈൻ പേജുകളിൽ കാണുന്നൊരു ട്രെൻഡാണ്, നമ്മൾ ഡ്രസ്സ് ഇടുന്നു, ഡ്രസ്സാണല്ലോ കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ വാട്ടർ ഇറ്റ് ഈസ്, കമ്മലായിക്കോട്ടെ, എല്ലാം ഈ ഗോൾഡ് ഡയമണ്ട് സാധനങ്ങളല്ല, അല്ലാത്ത സാധനങ്ങൾ റീയൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കളയാൻ പറ്റുന്ന സാധനങ്ങൾ. അവിടെയൊക്കെയാണ് ഞാൻ ഈ പ്രൈസ് അതിനകത്ത് തന്നെ എഴുതി വെച്ച് കണ്ടേക്കുന്നത്. അവിടെ നിന്ന് ഈ ഒരു ജ്വല്ലറി സെഗ്മെൻറ്റിൽ പ്രൈസ് എഴുതി വെച്ച്, അതായത് മറ്റേ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, ഞാൻ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ 2 കമ്മലുണ്ടാകും, ഇതിനകത്ത് എത്ര ഡയമണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാകും, പ്രൈസ് 22,999 രൂപ. ഈ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നു നിങ്ങളെപ്പോലെ കുറച്ച് പേരാണ് ഇങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. കുറേ പേര് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും എക്സാക്ട് നമ്മുടെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ പ്രൈസ് ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നിങ്ങളാണത് കറക്റ്റായിട്ട് ഇതാണ് ഇതിൻ്റെ എമൗണ്ട് 24,999, ആ ഒരു 999 എന്ന് പറയുന്ന നമ്പറൊക്കെ ജ്വല്ലറിയിൽ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കസ്റ്റമറുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അപ്പോൾ യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ പേജസിലൊക്കെ റേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല,
DM ചെയ്ത് മെസ്സേജസിൽ പോയി, പിന്നെ അല്ലെങ്കിൽ സ്റ്റോറിൽ പോയിട്ടൊക്കെ റേറ്റ് അപ്പോൾ വരുന്ന വ്യത്യാസം, അതൊക്കെ ഇഷ്യൂസാണ്. അപ്പം നമ്മൾ എന്താ പ്രോഡക്റ്റ് ഇമേജിൻ്റെ കൂടെ തന്നെ പ്രൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്ലസ് എത്ര ഗ്രാംസ് ഗോൾഡാണ്, എത്ര സെൻസ് ഡയമണ്ട് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഓരോരോ പ്രോഡക്റ്റിൻ്റെ പ്രൈസും നമ്മുടെ പേജിൽ നിന്ന് തന്നെ വിസിബിൾ ആണ്. ഗോൾഡ് റേറ്റ്സ് അന്നത്തെ ഗോൾഡ് റേറ്റ്സ് വെച്ചിട്ടുള്ള റേറ്റ്സ് ആണ്, ബട്ട് സ്റ്റിൽ ഗോൾഡ് വെയ്റ്റും ഡയമണ്ട്സിൻ്റെ സെൻസും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പ്രൈസ് ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും പേജ് കണ്ടു കഴിഞ്ഞാൽ. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയെന്ന് അറിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷെ നിങ്ങളുടെ പേജിലേക്ക് വരുമ്പോൾ ഡിഫറൻസസ് വരാം, പക്ഷെ ആക്സെപ്റ്റബിൾ ഡിഫറൻസസ് വരുള്ളൂ. ഗോൾഡിന്റെ ചേഞ്ചിനുള്ള ഡിഫറൻസ് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ വിലയുള്ളൂ ഇതിന്. നമ്മൾ നോർമലി അത്ര അല്ലല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ അതിനേക്കാൾ എമൗണ്ട് ഒക്കെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യും ഡിസൈൻ കാണുമ്പോൾ. പക്ഷെ ആ വില കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, എന്നാൽ പർച്ചേസ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാറുണ്ടോ? അങ്ങനെയാണ് മിക്ക കസ്റ്റമേഴ്സും വരുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരാൾ എൻജിനീയറിങ്ങും ഒരാൾ ഡോക്ടറുമാണ്, രണ്ടുപേരും അതിനൊപ്പം തന്നെ ഈ ബിസിനസ് കൊണ്ടു നടക്കുകയാണ്. ഇതിലേത് പ്രൊഫഷനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഒരു ഓൺട്രപ്രണറുടെ പ്രൊഫഷനാണോ അതൊരു ഡോക്ടറുടെ പ്രൊഫഷനാണോ? അത് ഓൾവേസ് ഡോക്ടർ ആണോ? എനിക്ക് ഓൾവേസ് എഞ്ചിനീയറിംഗ് ആണ്. ഇതൊരു പാഷനാണെന്ന് മാത്രമേ ഉള്ളൂ? ഇതൊരു പാഷൻ, ലാറ്ററൽ തിങ്കിങ് അങ്ങനെ പേരിട്ട് വിളിക്കുന്നത്. അങ്ങനെയല്ല, ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫെറ്റീഗ് ഉണ്ടാവില്ല, ഒരു ഫെറ്റീഗബിലിറ്റി, അത് ഒരു മടുപ്പുണ്ടാവില്ല. ഒരു കുറേ കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുമ്പം നമ്മൾ ചെയ്യണ ഓരോ കാര്യം ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന പോലെയാണ് തോന്നും. ഞാനൊരു ഡോക്ടറായിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യണേക്കാളും 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് രണ്ടിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്സ് വരല്ലേ. അപ്പോൾ എപ്പോഴും ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ അൺലോക്ക് ചെയ്തുകൊണ്ട് ഇരിക്കണം. നിങ്ങൾ ഡിസൈൻ ചെയ്തതിലായിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാ പേഴ്സണലി? എനിക്ക് ഓൾവേസ് എൻ്റെ ലക്കി ആ ഭംഗിയാണെന്നല്ലേ. ഈ പെൻഡന്റും ഞങ്ങളുടെ ഇപ്പൊ കൊറേ സെയിൽ വരുന്ന ഒരു സ്നോഫ്ലേക്ക് കാണത്തില്ല, കാണിച്ച്. യെസ്, എനിക്ക് തോന്നുന്നു ഇതല്ലേ മറ്റേ ഏതൊരു ഇൻഫ്ലുവൻസറുടെ അമ്മയ്ക്ക് ഈ ഒരു ടൈപ്പ് പെൻഡന്റ് അല്ലായിരുന്നു കൊടുത്തിട്ടുണ്ട്. യെസ്, ഞാൻ നിങ്ങളുടെ നല്ലൊരു ഫോളോവർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ എനിവേ വളരെയധികം സന്തോഷം. ഇനി എന്താണ് നിങ്ങളുടെ ഈ ഒരു ലോറ ലെക്സ് ഡയമണ്ട്സിൻ്റെ ഫ്യൂച്ചർ? എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിൽ തന്നെ നിൽക്കുകയാണോ, ഓഫ്ലൈനിലേക്ക് വരുന്നുണ്ടോ? ഞങ്ങൾ ഓൺലൈൻ തന്നെയാണ് പ്രൈമറി ഫോക്കസ്. അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 1-2 years അത് തന്നെയാണ് പ്രൈമറി ഫോക്കസ്. നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ കട നടത്തുവാണെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻസ് ഉണ്ട്, ഒരു കട കണ്ടുപിടിക്കുന്ന എക്സ്പെൻസ് ഉണ്ട്, അതിന് റെൻറ്റ്, അതിൻ്റെ എയർ കണ്ടീഷനിങ്, അങ്ങനെ പിന്നെ സ്റ്റാഫ് മാനേജ്മെൻറ്റ്, സ്റ്റോക്ക്, എന്തോരം പൈസയാവുമെന്നറിയോ. എന്ന് വെച്ചാൽ ചെറിയ കടയ്ക്ക് പോലും കോടികളുടെ സ്റ്റോക്കുകളാണ്. ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ആരാ അറ്റ് ദി എൻഡ് ബെയർ ചെയ്യേണ്ടത്? ഒരു കസ്റ്റമർ തന്നെയാണ്. അല്ലാതെ ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓടിപ്പോകത്തില്ല, പെട്ടെന്ന് തന്നെ പരിപാടി നിർത്തേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു ഡിഫ് നമുക്ക് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ, അതൊരു എന്നുവെച്ചാൽ ആ ഒരു പ്രൈസ് ഡിഫറൻസ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഒബ്വിയസ്ലി കസ്റ്റമർ നമ്മുടെ അടുത്ത് വരും എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യ ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ് തന്നെയാണ്. നമ്മൾ ഏതൊക്കെ സെഗ്മെൻറ്റിൽ പോയി വർക്ക് ചെയ്താലും, മേ ബി അൾട്രാ വെൽത്തിയുടെ സെഗ്മെൻറ്റിൽ മാത്രം അതൊരു വിഷയമല്ലായിരിക്കും, പക്ഷേ അതുവരെയുള്ള ഏത് സെഗ്മെൻറ്റിൽ പോയി വർക്ക് ചെയ്താലും പ്രൈസ് ഒരു മെയിൻ കൺസേൺ ആണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടമുള്ള പ്രൈസിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈനിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. ഈ വിലയ്ക്കൊന്നും ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ചില കസ്റ്റമേഴ്സ് എന്തിനാണ് നിങ്ങൾ ഇത്ര കുറച്ച് കൊടുക്കുന്നത്, ബാക്കിയുള്ള ജൂവലേഴ്സിൻ്റെ റേറ്റ് കൊടുത്തു കൊടുക്കുക. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്നാ കോമ്പറ്റീറ്റീവ് എഡ്ജുള്ള, അവർക്ക് ആ കടയിൽ പോയി എടുത്തുകൂടെ. ഇത് അവരൊരു റിസ്ക് എടുത്ത് ഒന്നും കാണാതെ ആകാശത്തിരിക്കുന്ന ഒരു ഡിസൈൻ അയച്ചു തന്ന് അത് നമ്മൾ റിയലായിട്ട് കൈ കിട്ടുന്നോടം വരെ അവർ ടെൻഷൻ അടിച്ചിരുന്ന് ശരിയായി കിട്ടുന്നോടം വരെ അവർ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പം പൈസ പോയോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം അതിനുള്ള റിസ്ക് ടു റിവാർഡിനുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവർ ഓൺലൈൻ ചെയ്ത് നമുക്കത് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഓൺലൈൻ റൗട്ടിൻ്റെ റീസൺ. പക്ഷേ ഗോയിങ് ഫോർവേഡ് ഒരു ബ്ലൂ സ്റ്റോണിൻ്റെ ആണ് നമ്മുടെ ഒരു വിഷനറി പോലെ നമ്മൾ തന്നെ കാണുന്നത്. നമ്മൾ കണ്ടുപഠിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ സ്റ്റോണിൽ നിന്നാണ്. അപ്പോൾ അവരിങ്ങനെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. പയ്യെ അവർ ഓഫ്ലൈനിലേക്ക് വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ അത്രയും ബ്രാൻഡ് റെക്കഗ്നിഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ്ലൈനിലേക്ക് മാറേണ്ടി വരും. നമ്മളും അത് തന്നെയാണ്. കുറേ കഴിഞ്ഞ് നമ്മളൊരു മേ ബി 1-2 years ഡൗൺ ദ ലൈൻ നമ്മളും ഓഫ്ലൈനിലേക്ക് വരും. പക്ഷേ ഈ ഭയങ്കര വലിയ
ജ്വല്ലറി ഔട്ട്ലെറ്റ്സ് ഞാൻ ഇപ്പോഴും ബിലീഫില്ല. എനിക്ക് ചെറിയ ജ്വല്ലറി ഔട്ട്ലെറ്റ്സിലാണ് ബിലീഫുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ ഹൈ ഫുട്ഫോൾ ഉള്ള സ്ഥലത്ത് ചെറിയ ചെറിയ ജ്വല്ലറീസ്, ഈ ഗീവ, ബ്ലൂ സ്റ്റോൺ, ആ ഒരു മോഡലിൽ. അപ്പം ആ ഒരു ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ നടന്നെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഓൺട്രപ്രണർഷിപ്പിൽ ഒരു ഡയമണ്ട് പോലെ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വളരെയധികം സന്തോഷം. നമുക്ക് ഫ്യൂച്ചറിൽ ഇനി മുന്നോട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ആ യാത്രയിൽ കണ്ടുമുട്ടാം അല്ലേ? ശരി. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഒരുപാട് കച്ചവടക്കാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ആ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥയെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഇരുന്ന് രണ്ടുപേരും, ഒരു ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്. പക്ഷേ അവരുടെ പാഷനെയാണ് അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോറ ലെക്സ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുന്നത്. ഒരുപാട് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉള്ള, ഒരുപാട് ഡിസൈൻസ് അവരുടെ ആ ഫാമിലിയിൽ നിന്നുണ്ടാക്കുന്ന വലിയൊരു കുടുംബമായി മാറിയിരിക്കുന്നത്. അത് അവരുടെ പാഷന് കൊണ്ട് മാത്രമാണ് മുന്നോട്ടുള്ള ആ യാത്ര ഇത്രയും സുഖകരമായിട്ട് അവർക്ക് പോകാൻ സാധിച്ചത്. ആളുടെ ആ ഒരു ചെറിയ വങ്കി റിങ്ങിൽ നിന്നും ഇന്ന് ഒരുപാട് ഡിസൈൻസിലേക്കും ഒരുപാട് ആളുകളുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസിലേക്കൊക്കെ മാറാൻ സാധിച്ചതും ആ ഒരു ലക്ഷ്യബോധമുള്ളത് കൊണ്ട് തന്നെയാണ്. സോ ഇതുപോലെ നല്ല എപ്പിസോഡുകൾക്കായി നമുക്കിനി കാത്തിരിക്കാം. പുതിയൊരാളുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.